നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് നല്ല പ്രബോധനം തരുന്നു, നിങ്ങൾ എൻ്റെ ഉപദേശം ഉപേക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മോട് യഹോവയായ ദൈവം ഈ വചനത്തിലൂടെ നമ്മോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: അവിടുത്തെ പ്രബോധനങ്ങൾ നാം കേൾക്കണമെന്നും അവിടുന്ന് നൽകുന്ന പ്രബോധനങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ലതിനുള്ളത് ആണെന്നും ഒപ്പം തന്നെ അവിടുത്തെ ഉപദേശങ്ങൾ നാം ഉപേക്ഷിച്ച് കളയരുതെന്നും ആണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പല ഭാഗങ്ങളിൽ വചനം നമ്മോട് സാക്ഷിക്കുന്നുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉപദേശം അല്ലെങ്കിൽ അവരുടെ കൽപ്പനകൾ നാം പാലിക്കണമെന്നും ആ ഉപദേശങ്ങളെ ഉപേക്ഷിക്കരുത് എന്നും. അതിനേക്കാളൊക്കെ ഉപരിയായി മാതാവിനും പിതാവിനും ഒക്കെ ഉപരിയായി നമുക്ക് ഈ മാതാപിതാക്കളെ ഒക്കെ നൽകിയ നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്: നിന്റെ മാതാവിനെയും പിതാവിനെയും നീ എപ്രകാരമാണോ ബഹുമാനിക്കുന്നത്, നിന്റെ മാതാവും പിതാവും പറയുന്നത് നീ എപ്രകാരമാണോ അനുസരിക്കുന്നത്, അതിനേക്കാൾ ഒരു പടിയെങ്കിലും കൂടുതലായി സൃഷ്ടാവായ ദൈവത്തെ നാം അനുസരിക്കണം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും ഉപേക്ഷ കൂടാതെ, അലംഭാവം കൂടാതെ, മടി കൂടാതെ, അലസത കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നല്ല പ്രബോധനങ്ങളെ ചേർത്തെടുക്കുവാനും നമുക്ക് സാധിക്കണം. നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ പക്കലുണ്ട്, അത് ഒരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണെന്ന് തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു വചനത്തെ കൂടി ചേർത്ത് നിർത്തി നാം വായിക്കുമ്പോൾ ഈ പ്രബോധനങ്ങളും നല്ലത് തന്നെയാണ്. നല്ല പ്രബോധനങ്ങൾ നല്ല രീതിയിൽ നല്ല വ്യക്തികളിലേക്ക് ദൈവം ചൊരിയപ്പെടാറുണ്ട്. കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തമ്പുരാൻ പുത്രനായ ക്രിസ്തു ജന്മമെടുത്തതുപോലെ, നമ്മുടെ മാനവരക്ഷയ്ക്കായി യേശുതമ്പുരാൻ ജന്മമെടുത്തതുപോലെ, അപ്രകാരമുള്ള പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും വൈദികരിലൂടെയും ദൈവം ഇത്തരം പ്രബോധനങ്ങൾ നമ്മുടെ പക്കലേക്ക് എത്തിക്കുമ്പോൾ അവ സ്വീകരിക്കുവാൻ നമുക്ക് തുറവിയുള്ളവരാകാം. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കോടതി മുറിയിൽ ഒരു കേസ് നടക്കുകയാണ്. ആ ജഡ്ജി ആകട്ടെ വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ നിൽക്കുന്നുണ്ട്. അവൻ നിൽക്കുന്നതോ ഒരു മോഷണ കേസിലെ പ്രതിയായിട്ടാണ്. അവന്റെ പിതാവിനെയും അവനെയും നന്നായി അറിയുന്ന ഒരു ജഡ്ജിയാണ് വിധിവാചകം ഉച്ചരിക്കുവാനായി ഈ ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യവഹാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏറ്റവും പേടിയോടും ഭയത്തോടും കൂടി ജഡ്ജി എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ഭയാനകമായ ആകാംക്ഷയാൽ ഈ ചെറുപ്പക്കാരൻ ആ ജഡ്ജിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചു. വിധിവാചകം ഉച്ചരിക്കുവാനുള്ള സമയമായി. വിധിവാചകത്തിന് മുൻപായി ഈ ജഡ്ജി ഈ ചെറുപ്പക്കാരനെ നോക്കുന്നുണ്ട്, സഹതാപത്തോടെയുള്ള ഒരു നോട്ടം. കാരണം അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെയും അവൻ്റെ അപ്പനെയും അറിയാം. ഈ ചെറുപ്പക്കാരൻ്റെ അപ്പനാകട്ടെ ഐക്യ നാടുകളിൽ പോലും നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയും ഒപ്പം ഒരുപാട് പ്രബന്ധങ്ങളും പുസ്തകങ്ങളും രചനകളും ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള രചിച്ചിട്ടുള്ള മഹാനായ ലോകമറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ ജഡ്ജിയുടെ സഹതാപപൂർണമായ നോട്ടം തന്നിലേക്ക് എത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ തല കുനിഞ്ഞില്ല. പിന്നെയോ അവൻ തല ഉയർത്തി തന്നെ നിന്നു. ആ കണ്ണുകളിൽ ഒരു ഒറ്റപ്പെടലിന്റെ വേദന, നൊമ്പരം ആ ജഡ്ജി കാണുകയുണ്ടായി. അദ്ദേഹം അവനോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ആ ചോദ്യം കേൾക്കുന്ന നിമിഷം തന്നെ ഈ ചെറുപ്പക്കാരൻ അതിനുള്ള ഉത്തരവും നൽകുന്നുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാസ്മിൻ. ജാസ്മിൻ ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. ചേച്ചി വർക്ക് ചെയ്യുവാണോ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡും മോള്. മോള് പഠിക്കുവാണോ? അതെ. എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലാ. കുഞ്ഞു മോളാ അല്ലേ? അതെ. അപ്പൊ സന്തോഷായിട്ടിരിക്കുന്നു എല്ലാരും? അതെ, സന്തോഷായിരിക്കുന്നു. മോള് സ്കൂളിൽ പോയോ? സ്കൂളിൽ പോയി. അപ്പൊ സന്തോഷം ചേച്ചി കേട്ടതില്, അതിന്റെ സമീക്ഷയിലേക്ക് വിളിച്ചതില് സന്തോഷം. ചേച്ചി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? അപ്പൊ ചേച്ചിക്ക്, ജാസ്മിൻ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എഫ്രൈമിന്റെ പതനം ആരുടെ കൈകൊണ്ടാണ്? എഫ്രൈമിന്റെ പതനം ആരുടെ കൈകൊണ്ടാണ്? യഹോവയിൽ നിന്ന് വരുന്ന ശക്തിയും ബലവുമുള്ള ഒരുവന്റെ കൈ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. അതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ്: യഹോവയിങ്കൽ നിന്ന് വരുന്ന ശക്തിയും ബലവുമുള്ള ഒരുവന്റെ കൈ കൊണ്ട്.
അതെ. Okay, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഇതാണ്: ആ നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ അവശേഷിക്കുന്ന ജനത്തിന് എന്തായിരിക്കും? മഹത്വമുള്ള കിരീടവും ഭംഗിയുള്ള മുടിയുമായിരിക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ആ ഉത്തരം ഓക്കെ, ഉത്തരം ഇതാണ്: ഒരു മഹത്വമുള്ള കിരീടവും ഭംഗിയുള്ള മുടിയും. അതെ. രണ്ട് ചോദ്യങ്ങളും ശരിയായപ്പോ ഒരു സന്തോഷമൊക്കെ വരുന്നില്ല എവിടെ നിന്നൊക്കെയോ? അതെ. ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? ആ ഒരു പാട്ട് പാടാവോ അങ്ങനെയാണെങ്കില്? ഓക്കെ. ആ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, അവകുലകാലം തീരാറാ സാക്ഷികളെ, ആനായം ഞാൻ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ പ്രിയനെ കാണാം മേഘത്തിൽ. ഓക്കെ ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. ഈ ചേച്ചി കവിതയൊക്കെ ചൊല്ലാറുണ്ടോ? ഇല്ല ഇല്ല. കവിതയൊക്കെ ചൊല്ലാൻ നല്ല വോയിസ് ആണ്. ഇച്ചിരി ഒരു ഹാർഡ്നെസ്സും അതുപോലെ തന്നെ എന്താ പറയുക, കവിത ചൊല്ലുന്ന ഒരു വോയിസ് ഉണ്ട്. കവിതയൊക്കെ ചൊല്ലി നോക്കണം കേട്ടോ. നമ്മുടെ ഈശോയുടെ ഒത്തിരി കവിതകളുണ്ട്, അതൊക്കെ ഒന്ന് ചൊല്ലി നോക്കണം. ഇനി വിളിക്കുമ്പോ കവിത ചൊല്ലാനും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് മടങ്ങി പോകാവേ. ഓക്കെ ചേച്ചി, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദർശനത്തിൽ തെറ്റുപറ്റുകയും ന്യായവിധിയിൽ ഇടറിപ്പോകുകയും ചെയ്യുന്നത് ആർക്കാണ്? പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഒരു പ്രശ്നം ഇല്ലാണ്ട് എല്ലാ ഉത്തരങ്ങളും പറയുന്നുണ്ടല്ലോ, മിടുക്കി. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ പോവാമേ, ചോദിക്കാം. ചോദ്യം ഇതാണ്: മദ്യപിച്ച് പാപം ചെയ്യുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും വഴിവിട്ട് നടക്കുകയും ചെയ്യുന്നത് ആരാണ്? പുരോഹിതന്മാരും പ്രവാചകന്മാരും. അതും ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പുരോഹിതന്മാരും പ്രവാചകന്മാരും. അപ്പോ 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? എവിടെ നിന്നൊക്കെയോ ഹൃദയത്തിന്റെ അടുത്തട്ടിന്ന് ഒരു സന്തോഷം വരുന്നില്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഇനി നമ്മുടെ കുഞ്ഞുമോൾ ഉള്ളപ്പോഴും മോളെ കൊണ്ടും ഒക്കെ വിളിപ്പിക്കാം. ഓക്കെ ചേച്ചി, അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത് ജാസ്മിൻ ചേച്ചിയാണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള. അപ്പോൾ ചേച്ചി വളരെ സന്തോഷത്തോടു കൂടി നമ്മളോടൊപ്പം കോളിൽ പങ്കെടുത്തു. കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ച് ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ സന്തോഷത്തോടു കൂടി കോൾ അവസാനിപ്പിച്ചു. അപ്പോൾ ചേച്ചിക്കും കുഞ്ഞുമോക്കും ആ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിന് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ഒരു ജഡ്ജി സഹതാപത്തോടു കൂടി അവനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ അപ്പൻ ലോകമറിയുന്ന ഒരാളാണ്. ഐക്യനാടുകളിൽ പോലും നീതിന്യായ വ്യവസ്ഥ പാലിക്കുവാൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ഒത്തിരി പ്രബന്ധങ്ങളും ബുക്കുകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്നിട്ടും നീ ചെയ്യുന്ന തെറ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ തലയല്ലേ കുനിയുന്നത്? നിന്റെ അപ്പൻ്റെ നിലയും വിലയും നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ ഇത് ഒരിക്കലും ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് അപ്പനെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? നീ അപ്പനോട് തെറ്റ് ചെയ്യുന്നതല്ലേ? ഈ ഒരു നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന ഒരു വിധിവാചകം പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്കൊരു വലിയ ശിക്ഷ ലഭിക്കുമായിരിക്കാം, നീ തടവിലാകുമായിരിക്കാം. പക്ഷേ തടവറയെക്കാളും അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയെക്കാളും ഒക്കെ വലുതല്ലേ നിന്റെ അപ്പൻ പടുത്തുയർത്തിയ അഭിമാനം? നിന്റെ അപ്പൻ്റെ അഭിമാനത്തെയല്ലേ നീ തകർക്കുന്നത്? അത് നിനക്കറിയുന്നില്ല. ഒരു അപ്പൻ്റെ വേദന നിനക്കറിയില്ലേ? എന്നാൽ ഇതിന് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഉത്തരം നൽകുന്നത്. അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരിയായിരുന്നെങ്കിലും കണ്ണുകളിൽ ദുഃഖമായിരുന്നു, ഹൃദയത്തിൽ വേദനയായിരുന്നു. അവന് ഉത്തരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പറയാൻ. എങ്കിലും അതിൽ ആ ജഡ്ജിയെ സ്പർശിച്ച ആ ഉത്തരം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമുക്ക് രണ്ടാമത്തെ കോളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനി. ഷൈനി ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? കാട്ടാക്കട. ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. മക്കളൊക്കെ പഠിക്കുവാണോ? മകളെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞു വാവയുണ്ട്. ഈ വാവ വീട്ടിലുണ്ടോ ഇപ്പോ? ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. അയ്യോ, വാവേനെ പരിചരിക്കുന്ന അമ്മമ്മയല്ലേ? അതെ. അവിടെ മഴയൊക്കെ ഉണ്ടോ?
മഴ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ വെയില് അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ചൂട് ഭയങ്കരമായിട്ടില്ലല്ലോ? ഇല്ല ഇല്ല, അടുത്ത ചൂട് മാറി. അപ്പൊ ഇനി ചൂടാണെങ്കിലും മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് എല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും. അതെ. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് അറിയാലോ, 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദർശനങ്ങൾ മനസ്സിലാകാത്ത വിവിധ തരം ആളുകൾ ആരെല്ലാമാണ്? ദർശനം മനസ്സിലാകാത്ത അക്ഷരജ്ഞാനമുള്ളവരും അക്ഷരജ്ഞാനം ഇല്ലാത്തവരും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അക്ഷരജ്ഞാനമുള്ളവനും അക്ഷരജ്ഞാനം ഇല്ലാത്തവനും. നമുക്ക് രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിച്ചിട്ട് ബാക്കി വിശേഷത്തിലോട്ട് വരാവേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ ജനം അടുത്തു വന്ന് യഹോവയെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്നാണ് യഹോവ അരുളി ചെയ്തത്? വായ് കൊണ്ടും അതരം കൊണ്ടും. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ലോക്ക് ചെയ്യുവാണേ, ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ സംശയം വന്നോ? ഓക്കെ, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: വായ് കൊണ്ടും അതരം കൊണ്ടും. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ കുഞ്ഞുവാവയെ കണ്ടല്ലോ, വാവയ്ക്ക് പാടിക്കൊടുക്കുന്ന ഈശോയുടെ ഒരു പാട്ട് പാടിത്തരാവോ? അപ്പാ യേശു അപ്പാ അങ്ങേ ആ പാട്ട് അവൾ രണ്ടുപേരും പാടും. അപ്പാ യേശു അപ്പാ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അമ്മമ്മ പാടി കൊടുക്കുന്ന ഏതാ വാവയ്ക്ക്? വാവ അത് ഈ പാട്ട് പാടുമ്പോഴാണ് അവൾക്ക് ഇഷ്ടം, അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ, അവള് വചനമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ടോ? വചനമൊക്കെ പറഞ്ഞു കൊടുക്കും, അത് ഒരു വാക്ക് പറയും. 1.5 വയസ്സ് കഴിഞ്ഞേ ഉള്ളു. 1.5 വയസ്സ്. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് ഷൈൻ ചേച്ചി ഒരു വചനം പറയാവോ? വചനം പറയാം. പറഞ്ഞോളൂ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് മടങ്ങി വന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. പാട്ടും കുഞ്ഞാവയുടെ പാട്ടും ആ ടോണൊക്കെ കേട്ടപ്പം നമുക്കൊരു കുട്ടിത്തം ഫീൽ ചെയ്തു. നമ്മളിങ്ങനെ കുഞ്ഞുവാവകളെ പോലെ പരിചരിക്കുന്ന പോലെ തോന്നി ആ പാട്ട് കേട്ടപ്പോ. ഓക്കെ, അപ്പൊ എന്തായാലും വചനവും പാട്ടൊക്കെ പറഞ്ഞ സന്തോഷത്തിൽ നമുക്ക് ബാക്കി 2 ചോദ്യങ്ങളോടെ ചോദിക്കട്ടെ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്ത് വന്ന് വായ് കൊണ്ടും അതരം കൊണ്ടും യഹോവയെ ബഹുമാനിക്കുന്ന ജനത്തിന്റെ ഹൃദയം എവിടെയാണെന്നാണ് യഹോവ പറയുന്നത്? യഹോവയിൽ നിന്ന് ദൂരത്തിരിക്കുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: യഹോവയിൽ നിന്ന് ദൂരത്ത് വച്ചിരിക്കുന്നു. അപ്പം 3 ഉത്തരങ്ങൾ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അത് ശരിയായിട്ട് പറയാൻ പറ്റൂലേ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 4ാമത്തെ ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള ജനത്തിന്റെ ഇടയിൽ യഹോവ ചെയ്യുന്ന അത്ഭുതവും വിസ്മയകരവുമായ പ്രവൃത്തി എന്താണ്? അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, വിവേകളുടെ വിവേകം മറഞ്ഞു പോകും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, വിവേകികളുടെ വിവേകം മറഞ്ഞു പോകും. അപ്പോ 4 ചോദ്യങ്ങളും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സംശയം ഇല്ലാണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ വചനം പഠിക്കുക, വചനം പങ്കുവയ്ക്കുക, ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, നല്ല പാട്ടുകൾ ഇതുപോലെ പാടിത്തരിക, വചനം പറയുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. വാവയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോൾ ഷൈനി ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളത് കൊണ്ടാകാം, നമ്മളോട് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു വാത്സല്യവും കരുതലൊക്കെ ആ സംസാരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിനും അവയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വരാം.
അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ജഡ്ജി ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ ലഘൂകരിച്ചാണ് ഈ ചെറുപ്പക്കാരൻ ഉത്തരം പറയുന്നത്. പക്ഷേ അതിലൊരുപാട് അർത്ഥങ്ങളും ആഴവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: അതെ സർ, എൻ്റെ അച്ഛൻ വലിയൊരു അഭിഭാഷകനാണ്, എൻ്റെ അച്ഛൻ വലിയൊരു ഗ്രന്ഥകർത്താവാണ്, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പം പോകുന്നേ, എനിക്ക് സമയമില്ല. ഇനി എൻ്റെ അപ്പനോട് ഞാൻ എന്തെങ്കിലും കളിക്കുവാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകാവോ, എന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകാവോ എന്നൊക്കെ ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ അപ്പൻ പറയും, ചി മാറിപ്പോടാ, എനിക്കിപ്പോൾ സമയമില്ല. അങ്ങനെ പറഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ച് മാറുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ സമയത്തെ തള്ളിക്കളയുമായിരുന്നു. എന്നിട്ട് അപ്പൻ ഒരുപാട് വായിക്കുമായിരുന്നു, എന്നിട്ട് അപ്പൻ ഒരുപാട് എഴുതുമായിരുന്നു, അപ്പൻ ഒരുപാട് കേസുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എൻ്റെ അപ്പനെ വേണമായിരുന്നു. ലോകത്ത് മുഴുവനും എൻ്റെ അപ്പൻ ഒരുപാട് പേര് നേടി. പക്ഷേ മകൻ എന്ന് എന്നെ വളർത്താൻ എൻ്റെ അപ്പൻ മറന്നുപോയി. എന്നെ കണ്ടില്ല, എൻ്റെ വേദനകൾ കണ്ടില്ല. പല രാത്രികളിലും ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പല രാത്രികളിലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എൻ്റെ വേദന ഈ അപ്പൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ അപ്പനുണ്ടല്ലോ, അപ്പൻ്റെ നിലയും വിലയും, അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പൻ്റെ നിലയും വിലയും അറിഞ്ഞ് അതിനൊപ്പം എനിക്ക് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കുവാൻ എൻ്റെ അപ്പനായിട്ടില്ല. ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാൻ മോഷണ കേസിൽ പ്രതിയായി ഇവിടെ നിൽക്കുന്നു. അതിലെനിക്ക് സങ്കടമില്ല. പക്ഷേ എപ്പോഴോ നഷ്ടപ്പെട്ട ഒരു ബാല്യവും കൗമാരവും ഒക്കെ എന്നെ നോക്കി ഇപ്പോൾ പല്ലിളിച്ച് കാണിക്കുന്നുണ്ട് സാർ. ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ട ആ ജഡ്ജി ആകട്ടെ എന്ത് പറയണം എന്നറിയാതെ തരിച്ചിരിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ഈ കഥയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കലും ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ള അധ്യാപകരിൽ നിന്ന് ലഭിക്കാത്ത ചില പാഠങ്ങൾ, മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാം സ്വയം പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങൾ. ആ പാഠങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ മൂന്നാമത്തെ അവസാനത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് രാഹുൽ. രാഹുൽ. രാഹുൽ എവിടെ നിന്ന് വിളിക്കുന്നു? മലയൻകീഴ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് രാഹുലിന്റെ? വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ. അങ്ങനെ. ഓക്കെ. ഒറ്റ മോനാണല്ലേ? അതെ അതെ. ഓക്കെ. എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? ടൈം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട്. ഓക്കെ. അപ്പം വചനത്തിലൊക്കെ ജീവിക്കുന്ന വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് അല്ലേ? അതെ അതെ. രാഹുൽ പഠിക്കുവാണോ? അതെ, പഠിക്കണം. ഓക്കെ. അപ്പം നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റട്ടെ, മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അറിയാലോ. ഓക്കെ. നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? അറിയാം, ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ഓക്കെ. അപ്പൊ രാഹുലിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ചും രൂപപ്പെട്ടത് രൂപപ്പെടുത്തിയവനെ കുറിച്ചും പറയരുതാത്തത് എന്താണ്? എന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്നും അവന് വിവേകമില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. പഠിച്ചിട്ടുണ്ടല്ലേ വചനമൊക്കെ? അതെ അതെ. ഓക്കെ. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവൻ എന്നെ സൃഷ്ടിച്ചില്ല എന്നും അവന് വിവേകമില്ല എന്നും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അല്പകാലം കൊണ്ട് ഒരു ഫലസമൃദ്ധമായ വയലായി തീരുവാനും ഫലസമൃദ്ധമായ വയൽ വനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഏത് ദേശത്തെ കുറിച്ചാണ്? അല്പകാലം കൊണ്ട് ഒരു ഫലസമൃദ്ധമായ വയലായി തീരുവാനും ഫലസമൃദ്ധമായ വയൽ വനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഏത് ദേശത്തെ കുറിച്ചാണ്? ലെബനോൻ ദേശമാണോ? സംശയമുണ്ടോ? ലെബനോൻ. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. സംശയം ഒന്നും വേണ്ട, അതിന്റെ ഉത്തരം ലെബനോൻ. രാഹുൽ പാട്ടൊക്കെ പാടാറുണ്ടോ? പള്ളിയിൽ പാടാറുണ്ട്. ഒരു പാട്ട് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? പാടാം. പാടിക്കോളൂ. നെഞ്ചു തകർന്നു കരയുമ്പോൾ നെഞ്ചു ഓക്കെ. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. കുറച്ച് റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാറിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കണം. വിളിക്കുമ്പോഴൊക്കെ ഈ പാട്ട് നമ്മൾ പ്രതീക്ഷിക്കും.
ആ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലൊക്കെ പോയാലോ? പോകാം. ഓക്കെ, അപ്പോ രാഹുലിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ലബനോൻ ഒരു ഫലസമൃദ്ധമായ വയലായും വയൽ വനമായും തീരുന്ന നാളിൽ എന്താണ് സംഭവിക്കുന്നത്? ചെകിടന്മാർ വചനങ്ങൾ കേൾക്കും, അന്ധന്മാർ കാണും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, ചെകിടന്മാർ വചനങ്ങൾ കേൾക്കും, അന്ധന്മാരുടെ കണ്ണുകൾ കാണും. അപ്പൊ ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിക്കട്ടെ, അതിന് ശരി ഉത്തരം പറയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്. അകൃത്യം ചെയ്യുവാൻ കാത്തിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അകൃത്യം ചെയ്യുവാൻ കാത്തിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ഛേദിക്കപ്പെടും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അവർ ഛേദിക്കപ്പെടും. അപ്പോ രാഹുലെ 4 ചോദ്യങ്ങളും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സന്തോഷം തോന്നുന്നുണ്ടോ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഇതുപോലുള്ള ചെറുപ്പക്കാർ ഇനിയും വിളിക്കട്ടെ വചന സമീക്ഷയിലേക്ക്. അതിന് രാഹുലിന്റെ ഒരു കോള് നിമിത്തമാകട്ടെ. ഓക്കെ, താങ്ക് യു രാഹുൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മലയൻകീഴിൽ നിന്നുള്ള രാഹുലായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. രാഹുൽ തന്നെ പറഞ്ഞു, വചനത്തിലൊക്കെ അല്ലെങ്കിൽ ബൈബിളൊക്കെ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല യുവത്വം ക്രിസ്തുവിന് ഉണ്ടാകട്ടെ, ബൈബിളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഥയുടെ ഒരു സന്ദേശത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കഥയിൽ ജഡ്ജി പറഞ്ഞതിന് ഉത്തരമായിട്ട് പ്രത്യുത്തരം നൽകുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മൾ കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ജീവിതത്തിൻ്റെ തിരക്കുകളിലും നമ്മൾ മറന്നു പോകുന്ന ചില ഉത്തരവാദിത്വങ്ങളും കടമകളും ഉണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സന്ദേശം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും തിരക്കുകൾക്കും പിന്നാലെ നമ്മൾ പായുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ പലപ്പോഴും നൽകേണ്ടിടത്ത് നൽകുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇന്ന് ഇത്രയും കുറ്റകൃത്യങ്ങൾ ഏറി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലമുള്ള സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില നിമിഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുവാൻ, നമ്മുടെ മക്കളെ തെറ്റിതിരുത്തി കൊടുക്കുവാൻ, നന്മയിലേക്ക് നയിക്കുവാൻ, നിരന്തരം അവരെ നിരീക്ഷിക്കുവാൻ ഒക്കെയും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓരോ മാതാവും പിതാവും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ബൈബിളിലൂടെ കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപായി തന്നെ അടുത്ത വചനങ്ങളിലും അതിനു മുൻപുള്ള വചനങ്ങളിലും പറയുന്നുണ്ട്, പിതാക്കന്മാരോട് പറയുന്നുണ്ട് ശിക്ഷണത്തിൽ മക്കളെ വളർത്തണമെന്ന്, മാതാക്കളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മക്കളെ എത്രത്തോളം നന്നായി, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലും ശിക്ഷണത്തിലും ഒക്കെ അടിയുറച്ച് വിശ്വസിച്ച് വളർത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് കാട്ടുന്ന സ്നേഹത്തിന് തിരിച്ചൊരു സ്നേഹം നൽകുവാൻ, മക്കൾ മാതാപിതാക്കളോട് കാട്ടുന്ന വിധേയത്വത്തിന് തിരിച്ചൊരു വിധേയത്വം നൽകുവാൻ മാതാപിതാക്കൾക്കും സാധിക്കണം. ഇന്ന് എല്ലാം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല മാതാപിതാക്കന്മാരായി, നല്ല ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്ന രീതിയിൽ നല്ല അപ്പനും അമ്മയുമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനങ്ങളും ഈ കഥകളും അല്ലെങ്കിൽ ഈ സന്ദേശങ്ങളും ഒക്കെയും കാരണഹേതുക്കളായി തീരട്ടെ. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഈ കഥയുടെ ഈ ഒരു സന്ദേശത്തോടു കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.